ഹലോ മക്കളെ, അർച്ചന മിസ് ആണ്. അപ്പോൾ എൻ്റെ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും മക്കളുടെ ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അപ്പം മിസ് അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ 1ാം ക്ലാസ്സിലെ മക്കൾക്ക് അപ്പോൾ നമുക്ക് പരീക്ഷ നിങ്ങൾക്ക് തുടങ്ങുന്ന 14ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പരീക്ഷ ഇംഗ്ലീഷാണ്. പിന്നെ നിങ്ങൾക്ക് ഇതാ തിങ്കളാഴ്ച ഒരു ശനി ഞായറും കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്നത് ഉദ്ഗ്രഥിതം 1 ആണ്. പിന്നെ ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഉദ്ഗ്രഥിതം 2 ആണ് കേട്ടോ. പിന്നെ ബുധനാഴ്ച ഗണിതം ആൻഡ് വ്യാഴാഴ്ച അറബിക് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ്. ഇത്രേ ഉള്ളൂ. ആൻഡ് എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും പരീക്ഷ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടൈം ടേബിളും കറക്റ്റായിട്ട് തന്നെ നോക്കുക, എന്നിട്ട് അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് 2ാം ക്ലാസ്സുകാർക്ക് വെള്ളിയാഴ്ച അറബിക് അല്ലെങ്കിൽ സംസ്കൃതമാണ്. പിന്നെ നിങ്ങൾക്ക് തിങ്കളാഴ്ച ഇംഗ്ലീഷ് ആൻഡ് ചൊവ്വാഴ്ച ഉദ്ഗ്രഥിതം 1 ആൻഡ് ബുധനാഴ്ച ഉദ്ഗ്രഥിതം 2 ആൻഡ് വ്യാഴാഴ്ച ഗണിതം. അത്രേ ഉള്ളൂ. ഈ 3ാം ക്ലാസ്സിലെ മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലെ ഇംഗ്ലീഷ് പരീക്ഷയാണ്. ആൻഡ് നിങ്ങൾക്ക് തിങ്കളാഴ്ച പരിസര പഠനമാണ്. പിന്നെ ചൊവ്വാഴ്ച അറബിക് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ആണ്. ബുധനാഴ്ച ഗണിതം, അതുപോലെ വ്യാഴാഴ്ച മലയാളം, സംസ്കൃതം, കന്നഡ. നിങ്ങളുടെ പരീക്ഷകളെല്ലാം വരുന്നത് രാവിലെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ 4ാം ക്ലാസ്സിലുള്ള മക്കൾക്ക് വെള്ളിയാഴ്ച വരുന്ന മലയാളം, സംസ്കൃതം, കന്നഡ മലയാളം, തമിഴ്, കന്നഡ. പിന്നെ നിങ്ങൾക്ക് തിങ്കളാഴ്ച ഇംഗ്ലീഷ്, ചൊവ്വാഴ്ച ഗണിതം, ബുധനാഴ്ച അറബിക് അല്ലെങ്കിൽ സംസ്കൃതം, വ്യാഴാഴ്ച പരിസര പഠനം. നിങ്ങളുടെയും എല്ലാ പരീക്ഷകളും വരുന്നത് രാവിലെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ എൻ്റെ കുട്ടിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചുകൂടി നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ദമസ് ഇവിടെ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ 1ാം ക്ലാസ്സുകാരുടെ, ഇത് 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ടൈം ടേബിളൊക്കെ നോക്കി നല്ലപോലെ പ്രാക്ടീസൊക്കെ ചെയ്യുക, ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുക. ഓക്കെ.